ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നിറയെ മന്തി റെസിപ്പികളാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് വേഗത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ്. റെസിപ്പിനെ കുറിച്ച് എൻ്റെ വൈഫ് ചിന്നു പറയും. നമ്മളിന്ന് ഏകദേശം 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മന്തി മസാലപ്പൊടി, പിന്നെ കുറച്ച് തന്തൂരി പൊടി, പിന്നെ കാശ്മീരി ചില്ലി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് വിനീഗർ ഒക്കെ കൂടി മിക്സ് ചെയ്യുക. കുറച്ച് തൈര് ഒഴിക്കണം. അതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പിടുക, വേണമെങ്കിൽ കുറച്ച് ഗരം മസാല നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും. നമ്മളത് മന്തി ചിക്കനായിട്ടല്ല, ചിക്കൻ ഒരു ഫ്രൈ ചെയ്ത പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റീം ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. പുറത്ത് നല്ല ഒരു നമ്മൾ അൽഫാമിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചർ ഉണ്ടാവുകയും ചെയ്യും. നമ്മളൊരു ഇടിയപ്പച്ചെമ്പ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അതെങ്ങനെയാണോ ചിക്കൻ്റെ വലിപ്പം അനുസരിച്ച് അത് ചെയ്താൽ മതി. പീസിൻ്റെയൊക്കെ വലിപ്പം അനുസരിച്ച് സ്റ്റീം ചെയ്യാം. സ്റ്റീം ചെയ്തതിന് ശേഷം ഈ ഓരോ പീസുകളും എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമ്മൾ എടുത്ത് വയ്ക്കുക, മാറ്റി വയ്ക്കുക, നമുക്ക് പിന്നീട് ആവശ്യമാണ്. അപ്പം ഈ എടുത്ത പീസുകൾ നമുക്കൊന്ന് ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ നേരിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ നന്നായിട്ട് വെന്തതാണ്. അപ്പം ആ ഒരു നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. നമുക്ക് ആ ഒരു അൽഫാമിൻ്റെയൊക്കെ ടെക്സ്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടിയാൽ മതി. അതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ച മസാല വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ സ്റ്റീം ചെയ്തെടുത്തപ്പോൾ, അപ്പം നമ്മൾ ചോറ് വേവിക്കാൻ ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യണത്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ നമ്മൾ കുറച്ചും കൂടി ബാക്കി എത്രയാണോ വെള്ളം വേണ്ടത് അതും കൂടി അളന്നതിനകത്തേക്ക് ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു പാൻ വെച്ചിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഓൾ സ്പൈസസ്, ഈ പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, അങ്ങനത്തെ എല്ലാം ഇടുക. പിന്നെ കറുത്ത നാരങ്ങ, ആ നാരങ്ങ, അതിൻ്റെ കൂടെ തന്നെ പച്ചമല്ലി ഉണ്ടല്ലോ, മല്ലിയും കൂടി ഇടുക. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഒരു 2ആക്കി സ്പ്ലിറ്റ് ചെയ്തത്, സവാള ഒക്കെ കൂടെ നമ്മളൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുഴുവൻ പച്ചമുളക് ഇടുന്നുണ്ട്, കുറച്ച് മന്തി മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക്. നന്നായിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഭയങ്കരമായിട്ട് മൂക്കണ്ട. അതിന് ശേഷം നമ്മളൊരു 2 തക്കാളി മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയത് കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മല്ലിയും പുതിനയിലും അരിഞ്ഞതിനകത്തേക്ക് ഇടുക. പിന്നെ മാഗി ക്യൂബും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അരി ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഈ മസാലയും ഈ അരിയും കൂടി മിക്സായി വരണ രീതിയിൽ അങ്ങനെ ഒന്ന് മിക്സാക്കി ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് ആ തിളപ്പിക്കാൻ വെച്ചിരുന്നല്ലോ വെള്ളം നമ്മൾ അളന്ന്, ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. അങ്ങനെ അടച്ചു വെച്ച് ഇടക്കിടക്കി കൊടുത്ത് അങ്ങനെ നമ്മൾ അരി വേവിച്ചെടുക്കണം. ഒരു 10-20 മിനിറ്റ്, ചിലപ്പോൾ അരിയുടെ വേവ് അനുസരിച്ചിരിക്കും, ചിലപ്പോൾ അരമണിക്കൂർ പിടിക്കും. അപ്പോൾ അങ്ങനെ ഒരുവിധം ആകുമ്പോഴേക്കും ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴേക്കും നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് നോക്കിയിട്ട് ഈ പച്ചമുളക് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം. ചെറിയൊരു പശപ്പ് പോലെയൊക്കെ തോന്നും, പക്ഷെ അത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ അരി നല്ലോണം വിട്ട് കിട്ടും. അപ്പം നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നടുക്ക് ഞാൻ ഈ പാത്രം വയ്ക്കുന്നത് നമ്മളൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം നിരത്തിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു പീസ് കനൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ആ ഒരു മന്തിയുടെ മസാലപ്പൊടി ഇടും. കുറച്ച് ഓയിലും കൂടി ഒഴിക്കുമ്പോൾ കണ്ടോ നല്ല സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സ്മോക്ക് പുറത്തേക്ക് പോകാതെ നമ്മൾ അടച്ച് വയ്ക്കുക. എന്തെങ്കിലും ഹോളൊക്കെ നമ്മുടെ ലിഡിലുണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്യുക. അങ്ങനെ അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചിരിക്കുക. അരമണിക്കൂർ ശേഷം വെച്ചിരിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു റെസ്റ്റോറൻറ്റ് ഫീലിലുള്ള മന്തി തന്നെ കിട്ടും. ടേസ്റ്റൊക്കെ നല്ലതാണ്.
നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹലോ, അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ മന്തി. നമുക്ക് ശരിക്കും പിന്നെ റൈസൊക്കെ വിട്ട് തന്നെ കിട്ടും. പിന്നെ തിക്കായിട്ടല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ ചട്നി, പുതിന ചട്നി, മയണൈസൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, ബായ്.